നമസ്കാരം. സ്ഥാനാർത്ഥി നിർണയത്തിൽ താഴ്ന്നതിൽ മറന്നത് ആത്മഹത്യ ചെയ്ത ബി.ജെ.പി പ്രവർത്തകൻ ആനന്ദ് തമ്പി ആത്മഹത്യക്കുറിപ്പിൽ ഉന്നയിച്ചിരിക്കുന്നത് ഗുരുതര ആരോപണങ്ങൾ. തന്റെ ശരീരം എവിടെ കുഴിച്ചിട്ടാലും സാരമില്ല, പക്ഷേ ബി.ജെ.പി ആർ.എസ്.എസ് പ്രവർത്തകരെ കാണാൻ അനുവദിക്കരുതെന്നാണ് കുറിപ്പിലൂടെ അഭ്യർത്ഥിക്കുന്നത്. തന്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ തെറ്റ് ഒരു ആർ.എസ്.എസുകാരനായി ജീവിച്ചു എന്നതാണെന്നും ഈ മരണത്തിന് തൊട്ടു മുൻപ് വരെയും ആർ.എസ്.എസ് പ്രവർത്തകനായി മാത്രമാണ് ജീവിച്ചിരുന്നതെന്നും കുറിപ്പിലുണ്ട്. അതാണ് തന്നെ ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത്. ഇനി ഒരാൾക്കും ഇത്തരത്തിലൊരു ഗതി ഉണ്ടാകരുതെന്നും ആനന്ദ് കുറിപ്പിൽ വ്യക്തമാക്കുന്നു. തിരുമല സ്വദേശിയായ ആനന്ദ് തമ്പിയാണ് ആർ.എസ്.എസ് ബി.ജെ.പി നേതൃത്വത്തിനെതിരെ കത്തെഴുതി വച്ച ശേഷം ആത്മഹത്യ ചെയ്തത്. സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയുള്ള തർക്കത്തിനെ തുടർന്ന് ജീവനൊടുക്കിയെന്നും ഈ കുറിപ്പിൽ പറയുന്നു. തൃക്കണ്ണാപുരത്ത് സ്ഥാനാർത്ഥിയാക്കിയത് മണ്ണ് മാഫിയക്കാരനെയാണെന്നും ആനന്ദ് ആരോപിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തഴഞ്ഞതിനെ തുടർന്ന് തൃക്കണ്ണാപുരം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാനിരിക്കുകയായിരുന്നു ആനന്ദ്. ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നത് ഇതാണ്: ഞാൻ ആനന്ദ് കെ തമ്പി. ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തൃക്കണ്ണാപുരം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു. തൃക്കണ്ണാപുരം വാർഡിൽ സ്വതന്ത്രമായി മത്സരിക്കാൻ സ്ഥാനാർത്ഥിയായുള്ള കാരണം തൃക്കണ്ണാപുരം വാർഡിലെ ബി.ജെ.പി ഏരിയ പ്രസിഡന്റായിട്ടുള്ള ആലപ്പുഴ കുട്ടൻ എന്നറിയപ്പെടുന്ന ഉദയകുമാർ, നിയോജക മണ്ഡലം കമ്മിറ്റി മെമ്പർ കൃഷ്ണകുമാർ, ആർ.എസ്.എസിന്റെ നഗർ കാര്യവാഹ് രാജേഷ് എന്നിവർ ഒരു മണ്ണ് മാഫിയയാണ്. അവരുടെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് അധികാരത്തിന്റെ ഒരു ആൾ വേണം. അതിനു വേണ്ടിയിട്ടാണ് മണ്ണ് മാഫിയക്കാരനായ വിനോദ് കുമാറിനെ, അതായത് അനിയെ, ബി.ജെ.പി സ്ഥാനാർത്ഥിയാക്കിയത്. ഞാൻ എന്റെ 16 വയസ്സ് മുതൽ ആർ.എസ്.എസിന്റെ പ്രവർത്തകനാണ്. തുടർന്ന് എം.ജി കോളേജിൽ ബിരുദ വിദ്യാർത്ഥിയെ പഠിക്കുമ്പോൾ ഞാൻ ആർ.എസ്.എസിന്റെ മുഖ്യ ശിക്ഷയും കോളേജ് യൂണിയന്റെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം ആർ.എസ്.എസിന്റെ പ്രചാരകനായി മുഴുവൻ സമയ പ്രവർത്തകനായി കോഴിക്കോട് കുന്നമംഗലം താലൂക്കിൽ പ്രവർത്തിച്ചു. അതിനുശേഷം തിരിച്ചു വന്ന് തിരുവനന്തപുരത്ത് ആർ.എസ്.എസിന്റെ തിരുമല മണ്ഡൽ, തൃക്കണ്ണാപുരം മണ്ഡൽ കാര്യവാഹ്, തിരുമല മണ്ഡലത്തിന്റെ ശാരീരിക പ്രമുഖ, തിരുമല ഉപനഗരത്തിന്റെ സഹകാര്യവാഹ് അങ്ങനെ വിവിധ ചുമതലകളിൽ പ്രവർത്തിച്ചു. ബി.ജെ.പി സ്ഥാനാർത്ഥിയെ തൃക്കണ്ണാപുരത്ത് മത്സരിക്കുന്നതിന്റെ താല്പര്യം ഞാൻ ആർ.എസ്.എസിന്റെ ജില്ലാ കാര്യകർത്താക്കളെ നേരിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ മണ്ണ് മാഫിയ സംഘം ആർ.എസ്.എസിന്റെയും ബി.ജെ.പിയുടെയും തലപ്പത്ത് പിടിമുറുക്കിയപ്പോൾ തൃക്കണ്ണാപുരം വാർഡിൽ എനിക്ക് ബി.ജെ.പി സ്ഥാനാർത്ഥിയാകാൻ സാധിച്ചില്ല. എന്നാൽ ഞാൻ തൃക്കണ്ണാപുരം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ തീരുമാനമെടുത്തപ്പോൾ ആർ.എസ്.എസ് പ്രവർത്തകരുടെ, ബി.ജെ.പി പ്രവർത്തകരുടെ മാനസിക സമ്മർദ്ദം എനിക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറത്താണ്. എന്റെ അടുത്ത സുഹൃത്തുക്കൾ പോലും എന്നിൽ നിന്ന് അകന്നു പോവുകയാണ്. ചിലപ്പോൾ അതെന്റെ സ്വഭാവത്തിന്റെ കുഴപ്പമായിരിക്കും. ഈ സാഹചര്യം മുന്നിൽ കണ്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, ഞാനൊന്ന് മൂകാംബികയിൽ പോയി കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരികയുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ കരുതിയത് മൂകാംബികയിൽ പോയി കുറച്ചു ദിവസം ഭജനയിരിക്കാമെന്നാണ്. പക്ഷേ എന്റെ ഭാര്യ ആതിര എന്നെ പോകാൻ അനുവദിച്ചില്ല. ജീവിതത്തിൽ ഇന്നുവരെ എന്റെ ഒരു കാര്യത്തിന് പിന്തുണ നൽകാതെ എന്റെ പിന്നിൽ നിന്ന് കുത്തുന്ന സ്വഭാവം മാത്രമേ എന്റെ ഭാര്യയിൽ നിന്നും എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. ഞാൻ സ്ഥാനാർത്ഥിയാകാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ അന്നു മുതൽ എന്നോട് കടുത്ത ദേഷ്യത്തോടും അമർഷത്തോടും മാത്രമേ എന്റെ ഭാര്യ എന്നോട് പെരുമാറിയിട്ടുള്ളൂ. ഈ സാഹചര്യത്തിൽ നാടിനും വീടിനും വേണ്ടാത്ത ഒരു വ്യക്തിയായി ജീവിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ആയതിനാൽ ഞാൻ എന്റെ ജീവിതം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. എന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള തുക എന്റെ ബെഡ്റൂമിലുള്ള മേശയുടെ അകത്തുള്ള ഒരു ബോക്സിനകത്ത് ഞാൻ വച്ചിട്ടുണ്ട്. എന്റെ ബിസിനസ്സുകളിൽ ഗുരു എന്റർപ്രൈസസിൽ എനിക്ക് 15 ലക്ഷം രൂപയുടെ ഓവർ ഡ്രാഫ്റ്റ് യൂണിയൻ ബാങ്കിലും, 12 ലക്ഷം രൂപയുടെ ബിസിനസ് ലോൺ ബജാജ് ഫിനാൻസിലും, 10 ലക്ഷം രൂപയുടെ ബിസിനസ് ലോൺ ചോളമണ്ഡലം ഫിനാൻസിലുമുണ്ട്. ഇതേ തുടർന്ന് കൈ വായ്പയായി ഞാൻ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ കടം വാങ്ങിയിട്ടുണ്ട്. അതിന് ഞാൻ എല്ലാ മാസവും 6500 രൂപ വച്ച് എന്റെ അച്ഛന് പലിശയും കൊടുക്കുന്നുണ്ട്. നാളിതുവരെ എന്റെ എല്ലാ ലോണിന്റെയും ഇഎംഐകളുടെയും വളരെ കൃത്യമായി ഞാൻ അടച്ചിട്ടുണ്ട്. ഗുരു എന്റർപ്രൈസസ് എന്ന പേരിൽ പെയിന്റ് കടയിൽ ഏകദേശം 30 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് ഉണ്ട്. അത് വിറ്റാൽ എന്റെ കടം തീർക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ വഞ്ചനാട് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എനിക്ക് 22 ലക്ഷം രൂപ കിട്ടാനുണ്ട് എന്റെ പേരിൽ മാത്രം. ആ 22 ലക്ഷം രൂപ കിട്ടിയാൽ ബാങ്ക് ലോൺ അടച്ചു തീർക്കാവുന്നതേ ഉള്ളൂ. എന്റെ മരണത്തിന് ശേഷം ഈ 22 ലക്ഷം രൂപ എങ്ങനെയെങ്കിലും വീണ്ടെടുത്ത് എന്റെ ലോൺ അടച്ചു തീർക്കണമെന്ന് എന്റെ ബാധ്യത കൈമാറുന്ന വ്യക്തികളോട് ഞാൻ പറയുന്നു. കാരണം ഞാൻ ഒരു ബാധ്യതയും ആർക്കും ഉണ്ടാക്കി വെച്ചിട്ടില്ല. ഇപ്പോൾ കിടക്കുന്ന ബാധ്യതകൾ തീർക്കാനുള്ള മുഴുവൻ തുകയും ഗുരു പ്രൈസസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിലും അതുപോലെ തന്നെ വഞ്ചിനാട് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കിടക്കുന്ന FDയിലും ഉണ്ട്. ഇതിനും പുറമെ 12 ലക്ഷം രൂപ പെയിന്റ് എടുത്ത ഇനത്തിൽ എനിക്ക് കിട്ടാറുണ്ട്. കടമായി വാങ്ങിക്കൊണ്ടു പോയതാണ്. അതിൽ ബി.ജെ.പി ഏരിയ പ്രസിഡന്റ് ആലപ്പുറം കുട്ടൻ 60,600 തരാനുണ്ട്. പണ്ട് എന്റെ കയ്യിൽ നിന്നും കൈവായ്പ വാങ്ങിയ ഇനത്തിൽ ബി.ജെ.പി കൃഷ്ണകുമാർ ടിപ്പർ എനിക്ക് 12,000 രൂപ തരാനുണ്ട്. അങ്ങനെ എനിക്ക് തരാനുള്ള പണത്തിന്റെ മുഴുവൻ ലിസ്റ്റ് ഗുരു എന്റർപ്രൈസസിന്റെ വ്യാപാര സോഫ്റ്റ്വെയറിൽ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഗുരു എന്റർപ്രൈസസിലെ അക്കൗണ്ടന്റ് ആയിട്ടുള്ള കവിത ചേച്ചിക്ക് എനിക്ക് കിട്ടാനുള്ള തുക കൃത്യമായി അറിയാം.
ഇനി എന്റെ മറ്റൊരു സ്ഥാപനമായിട്ടുള്ള അർബൻ കിച്ചണിൽ ഞാൻ എന്റെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് 5 ലക്ഷം രൂപ ഇട്ടിട്ടുണ്ട്. ഇതിനു പുറമെ അർബൻ കിച്ചണിൽ സാമ്പത്തിക പ്രതിസന്ധി വന്ന സമയത്ത് 6,20,000 രൂപ ഞാൻ പലതവണ അർബൻ കിച്ചണിന് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട്. അതിന്റെ കണക്ക് എല്ലാ പാർട്ട്ണറിനും വ്യക്തമായി അറിയാവുന്നതാണ്. എന്റെ മരണശേഷം ഈ തുക എന്റെ പാർട്ട്നേഴ്സ് എന്റെ കുടുംബത്തിൽ നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അർബൻ ടച്ച് എന്ന ബ്യൂട്ടി പാർലർ തുടങ്ങുന്നതിന് വേണ്ടി എന്റെ കയ്യിൽ നിന്നും ഞാൻ 8 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. അത് നന്ദുവിന് കൃത്യമായി അറിയാം. ആ തുകയും അല്ലെങ്കിൽ അർബൻ ടച്ചിന്റെ പാർട്ട്ണർഷിപ്പ് എന്റെ മക്കളുടെ പേരിലാക്കി കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കുടുംബ ഷെയറായി എനിക്ക് തരണമെന്ന് പറഞ്ഞിട്ടുള്ള സ്വത്തുക്കൾ എന്റെ അച്ഛനും അമ്മയും ഇന്നുവരെ എനിക്ക് നൽകിയിട്ടില്ല. ആ ഷെയർ എന്റെ മക്കളുടെ പേരിൽ എഴുതി കൊടുക്കണമെന്ന് ഞാൻ എന്റെ അച്ഛനോടും അമ്മയോടും അപേക്ഷിക്കുകയാണ്. എന്റെ ഭൗതിക ശരീരം എവിടെ കൊണ്ട് കുഴിച്ചിട്ടാലും സാരമില്ല, പക്ഷേ BJP പ്രവർത്തകരും RSS പ്രവർത്തകരും ആ ഭൗതിക ശരീരം കാണാൻ പോലും അനുവദിക്കരുതെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എന്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ തെറ്റ് ഞാനൊരു RSSകാരനായി ജീവിച്ചിരുന്നു എന്നതാണ്. ഈ മരണത്തിന് തൊട്ടു മുൻപ് വരെയും ഞാനൊരു RSS പ്രവർത്തകനായി മാത്രമാണ് ജീവിച്ചത്. അത് തന്നെയാണ് എനിക്ക് ഇന്ന് ആത്മഹത്യ ചെയ്യുവാനുള്ള അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ചതും. ഇനി ഒരാൾക്കും ഇത്തരത്തിലൊരു ഗതി ഉണ്ടാകരുതെന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആനന്ദ് K തമ്പി എന്നായിരുന്നു ആ പോസ്റ്റ്. ഇതിനിടെ സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തതിന്റെ പേരിൽ തിരുവനന്തപുരത്ത് വീണ്ടും ആത്മഹത്യാ ശ്രമം നടന്നു. BJP പ്രവർത്തകയായ നെടുമങ്ങാട് സ്വദേശിനി ശാലിനിയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ തടഞ്ഞുവെന്ന് പരാതിപ്പെട്ട് BJP RSS പ്രവർത്തകൻ ആനന്ദ് K തമ്പി ജീവനൊടുക്കിയതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ BJPയെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് മറ്റൊരു ആത്മഹത്യാ ശ്രമം കൂടി നടന്നിരിക്കുന്നത്. നെടുമങ്ങാട് പനിക്കോട്ടുള്ള വാർഡിൽ ശാലിനി പ്രചാരണ രംഗത്തുണ്ടായിരുന്നു. BJPയുടെ സജീവ പ്രവർത്തകയാണ്. സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കിയെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഞായറാഴ്ച പുലർച്ചെ 2 മണിയോടെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരിക്കുന്നത്. കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു. നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശാലിനി അപകടനില തരണം ചെയ്തിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയപ്പോൾ ശാലിനിയെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. മറ്റൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനിരിക്കുകയായിരുന്നു. ഇത്തരത്തിൽ മനംനൊന്ത് ആത്മഹത്യാ ശ്രമം നടത്തിയതെന്നാണ് പുറത്തുവരുന്ന വിവരം.